എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോ നമ്മളിത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിത് പണ്ടൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക്. നമ്മൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രാങ്ക് നമ്മൾ ഒപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് ഉണ്ടായത്. അത് മറന്നതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ രണ്ടുപേരെയും ഒന്നിച്ച് കിട്ടുന്നത്. പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സൗണ്ടിന്റെ കാര്യം എനിക്ക് അറിയില്ല, ഫാന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ നോസ് മീ ബെറ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. അച്ഛന് റെഡിയാണ് അല്ലേ? അമ്മ റെഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ ഡയറിയാണ്. ഇതിൽ ഞാൻ കുറച്ച് 15 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോണത് കേട്ടോ. 15 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഫസ്റ്റത്തെ റൂൾ എന്ന് വെച്ചാൽ കോപ്പി അടിക്കാൻ പറ്റില്ല. അത് ഇവിടേക്കുള്ളതാണ്. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കിട്ടിയ മാർക്കിന്റെ 1 മാർക്ക് കുറയ്ക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ മാർക്ക് എഴുതി വെക്കും. രണ്ടുപേർക്ക് കിട്ടിയ മാർക്ക് ഞാൻ എഴുതി വെക്കും. അമ്മ ഇവിടെ സ്കെച്ച് അമ്മയ്ക്ക് ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് അമ്മ ഇവിടെ എഴുതും നമ്മുടെ ആൻസേഴ്സ്. അതുപോലെ അച്ഛന് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് അച്ഛനും ആൻസേഴ്സ് എഴുതും. എനിക്ക് റെഡാണ്. ഞാൻ ടീച്ചറിന്റെ പദ്ധതി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അമ്മയ്ക്ക് അറിയാന്നുള്ള വിശ്വാസമുണ്ട്. അച്ഛന്റെ കേസ് എനിക്ക് അറിയില്ല. അമ്മ എഴുതി, അച്ഛനെ ഇത് കഴിഞ്ഞ ഞാൻ കാര്യം പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അമ്മയുടെ ഉത്തരം നോക്കാം. അമ്മയാണ് ഫസ്റ്റ് കേട്ടോ. നോക്കട്ടെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കണോ? പ്രണികറാണ് അമ്മ എഴുതിയിട്ടുള്ളത്. അച്ഛൻ എഴുതിയത് അപ്പു. പക്ഷെ കറക്റ്റ് ഉത്തരം അമ്മ എഴുതുന്നതാണ്. അമ്മയ്ക്ക് 1 മാർക്ക് കിട്ടി. കൈയടിക്കേ. ഇതെന്താ സംഭവം? ഞാൻ ഒരു കാര്യം പറയണെന്ന് പറഞ്ഞില്ലേ, ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 5 മിനിറ്റ് തികച്ചായിട്ടുണ്ടാവില്ല. അച്ഛൻ ഞാൻ ഈ ആൻസർ പറഞ്ഞു കൊടുത്തതാണ്. അമ്മ അറിഞ്ഞിട്ട് നേരത്തെ അമ്മ ചോദിച്ചത് എന്താണ് നമ്മൾ സംസാരിച്ചത്, നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഉത്തരം ഇപ്പൊ പറഞ്ഞു കൊടുത്തോളൂ. എന്നിട്ട് പുള്ളിക്കാരന് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും അത് മുട്ട കിട്ടി. നമുക്ക് എന്തായാലും മാർക്ക് ഇവിടെ പാക്കേജ് ആയിട്ടോ. അമ്മയ്ക്ക് 1 മാർക്ക് കിട്ടിട്ടോ. അച്ഛനും മുട്ട വരച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്റെ കറന്റ് ആയിട്ടുള്ള ഇൻസ്റ്റ ഫോളോവേഴ്സ് എത്രയാന്നുള്ളത് എഴുതണം. കറന്റ് ആയിട്ടുള്ള ഇൻസ്റ്റ ഫോളോവേഴ്സ് അമ്മ എന്താ എഴുതിയേ? 91K എഴുതിയിട്ടുണ്ട്. അച്ഛൻ 92K എഴുതിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ഉത്തരം അമ്മ എഴുതാണ്. 91 ആയി. സോറി, 91 ആണ്. ഇതും ഞാൻ ഇതുപോലെ 5 മിനിറ്റ് മുന്നേ ഉത്തരം പറഞ്ഞു കൊടുത്തത് അത് എഴുതിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിലും അമ്മയ്ക്ക് 1 മാർക്ക്, അച്ഛനും മുട്ട. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് റീസെന്റ് ആയിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്. അത് ഇവർക്ക് രണ്ടും കിട്ടുന്നതാണ് എന്റെ പ്രതീക്ഷ. ഞാൻ എപ്പോഴും അത് മേടിക്കട്ടെ പണ്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ അത് അത്ര നല്ല ഫുഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് മേടിച്ച് തരലില്ല അധികം. അങ്ങനെ അത് നോക്കാം എന്താ അച്ഛൻ കഴിവയ്ക്കും. എന്താ ബർഗർ. അമ്മ എന്താ? മാഗി. തെറ്റി, ബർഗറാണ്. ഞാൻ റീസെന്റ് ഭയങ്കര അഡിക്റ്റ് ആയി പോയി. അപ്പൊ അമ്മയ്ക്ക് മുട്ട, വിജയകരമായി. അച്ഛനൊന്ന്. ഞാൻ ജനിച്ച സമയം. അമ്മയെ നെറ്റിക്ക് അച്ഛൻ നെറ്റിക്കാണ് ഇതിന്റെ പ്രതീക്ഷ. എനിക്കറിയില്ല. കഴിഞ്ഞു പറയാം. അതല്ല ആരവസ്ഥ എഴുതിയ നമ്മുടെ ഉത്തരവാക്കാം. 14 ഉച്ചയ്ക്ക് 1:14 കേട്ടോ അമ്മ എഴുതിയത്. അച്ഛൻ 1:10. AM PM ഒന്നും ഇല്ല ഇവിടെ. 1:10 എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം. രണ്ടാമത് തെറ്റിച്ചിരിക്കുകയാണ്. ഉച്ചക്ക് 1 ഞാൻ ഉച്ചയ്ക്ക് പ്രസവിച്ചത് 1:10 AM. ഞാൻ ശരിക്കും ജനിച്ച സമയം, ഞാൻ ജനിച്ചത്
1:15 ഉച്ചയ്ക്ക് 1:15 കറക്റ്റ് ഞാൻ ജയിച്ച സമയം. അമ്മ ഒരു മാർഗം ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ രണ്ടുപേരും നൈസായിട്ട് 15 കള്ളത്തരം. അപ്പൊ ഇതില് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും മുട്ടയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ദിവസം ചെയ്യാം. എന്റെ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞതാണ് കേട്ടോ. പണ്ട് 2014 കഴിഞ്ഞ 13 കഴിഞ്ഞതല്ലേ, അല്ല 14 കഴിഞ്ഞാണ്. 2014 എന്റെ അരങ്ങേറ്റത്തിന്റെ ഡേറ്റ് ഞാനൊരു ക്ലൂ തന്നു 2014 അതില് നീ ഡേറ്റ് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ എഴുതണ്ട നോക്കാം. കഴിഞ്ഞ ഫസ്റ്റ് നമുക്ക് അമ്മയുടെ ഉത്തരം നോക്കാം. മെയ് 14 അച്ഛന്റെ ഉത്തരം നോക്കാം. എന്താ ചെയ്തിരിക്കണേ? ഞാൻ പറയട്ടെ, രണ്ടുപേരും തെറ്റ. ഒരാളെ ഇത് മെയ് 14 ഒരാള് അറിയില്ല, പക്ഷെ ഒരു ബുധനാഴ്ച അറിയാം എഴുതിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഉത്തരം പറയട്ടെ. ഫെബ്രുവരി 13, 2014 എന്റെ ഇറങ്ങി. രണ്ടാളും തിരിച്ചു. എനിക്ക് രണ്ടുപേർക്കും മുട്ട. പക്ഷെ ഇപ്പോഴും ലീഡ് ചെയ്യുന്ന അമ്മയാണ്. അമ്മയ്ക്ക് 2 പോയിന്റ് ഉണ്ട്. നോക്കല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് മലയാളം ആക്ടർ. എനിക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിലൊരു നടൻ. എപ്പോഴും എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് വ്യക്തിനെ. മോഹൻലാൽ മുടിയുന്നുണ്ട് കേട്ടാ. ഞാൻ ഒരു ഹിന്ദു കൊടുത്തു. മോഹൻലാലല്ല, മമ്മൂട്ടിയല്ല. ഇപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. ഫസ്റ്റ് അച്ഛന്റെ കഴിഞ്ഞ അച്ഛനെ നോക്കാം. ദിലീപ് അച്ഛൻ എഴുതിയിരിക്കണം കേട്ടാ. അമ്മ എന്താ? ദുൽഖർ സൽമാനാ. പക്ഷെ കറക്റ്റ് ഉത്തരം എനിക്ക് സംശയമുണ്ട് അച്ഛൻ കോപ്പി അടിച്ചോന്ന്. കറക്റ്റ് ഉത്തരം ദിലീപാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടുപേരും കളത്താണെങ്കിൽ ഞാൻ പറഞ്ഞോർക്കാം. ലാസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി. ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഒരു പടം. ഇപ്പൊ ലാസ്റ്റ് ഞാൻ തിയേറ്ററിൽ കണ്ട പടം എനിക്കറിയാം. അമ്മ ഫസ്റ്റ് പറഞ്ഞ നമ്മളെ നോക്കാം. ഹലോ, ശരി നോക്കട്ടെ. ലിയോ. കറക്റ്റ്. രണ്ടുപേർക്കും നമ്മൾ ലിയോ ലാസ്റ്റ് ആയിട്ട് നമ്മൾ തിയേറ്ററിൽ കണ്ട പടം. രണ്ടുപേർക്കും ഒരു മാർക്ക് കൊടുക്കാം. രണ്ടുപേരും ഉത്തരം എഴുതിയല്ലോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഉത്തരം എഴുതിയാൽക്കാൻ മാർക്ക്. അങ്ങനെ വേണ്ട കേട്ടോ, നമ്മൾ അങ്ങനെയല്ല എത്ര നേരം നോക്കിയത്. രണ്ടുപേരും ശരിയാണെങ്കിൽ രണ്ടുപേർക്കും മാർക്ക്. ഫസ്റ്റ് ഒരാൾ തെറ്റൊരാൾ ശരിയാണെങ്കിൽ അങ്ങനെ തെറ്റ് ശരിയാണെങ്കിൽ ശരി. മനസ്സിലായി വിശ്വസിക്കുന്ന അടുത്ത ക്വസ്റ്റിലേക്ക് ഇറക്കാം. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ നേരെ നോക്കിയേ. നിങ്ങൾ നേരെ നോക്കിയിരുന്നു രണ്ടുപേരും. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഭയങ്കര. ഞാനത് ഒരു ദിവസം മൊത്തം മൂവിയാണെങ്കിൽ അതെന്നെ കണ്ടോണ്ടില്ല. അത്ര എനിക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്ക് ആക്ടേഴ്സിന്റെ പേരറിയാം, സിനിമയുടെ പേര് തണ്ണീർമത്തൻ. അമ്മ എഴുതിയ അമ്മ എന്താ എഴുതിയ? 3. കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ 3 ആണ്. എനിക്ക് 3 ആണ് എന്റെ ഫേവറേറ്റ്. തണ്ണീർമത്തൻ എനിക്ക് അത്ര വലിയ കാര്യം ഇഷ്ടമില്ല. എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഇന്നും നേരത്തെ ഓർത്ത് എഴുതിരുന്നിട്ടാ. ഫ്രൂട്ട് എനിക്ക് പണ്ടോട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ക്ലൂ തരാൻ വേണമെങ്കിൽ പപ്പായ. പപ്പായ അല്ല. രണ്ടുപേരും പപ്പായ.
കാര്യം ഇവര് അങ്ങനെ എഴുതാൻ കാരണം എന്താ പറയുക, ഞാൻ ഡെയിലി ഇവിടെ പപ്പായുടെ ഒരു ഡ്രിങ്ക് കുടിക്കും. അപ്പൊ അതാണ് ഇവരത് എഴുതാൻ കാരണം. പക്ഷെ അതല്ല എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് വാട്ടർമെലൺ ആണ് ഗൈസ്. വാട്ടർമെലൺ മനസ്സിലായി രണ്ടുപേർക്കും മുട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങോട്ട് പോയി എല്ലാവരും. ഇതെനിക്ക് അമ്മയ്ക്ക് മാത്രം അറിയുള്ളൂ, അച്ഛനും അറിയാൻ ചാൻസ് ഇല്ല, ഓർമ്മ ഉണ്ടാവില്ല. എന്റെ ഫസ്റ്റത്തെ ട്യൂഷൻ ടീച്ചറുടെ പേര്. ട്യൂഷൻ ടീച്ചറുടെ പേര് ഇതില് ഇപ്പൊ നോക്കാം. ഫസ്റ്റ് അമ്മനെ നോക്കാം. മീര മിസ്. സത്യം പറഞ്ഞ ഫ്ലാഷ് അടിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് നോക്കുമ്പോ കാണാനില്ല, അതാണ് ചോദിക്കണേ. അമ്മ എഴുതിയത് മീര മിസ് ആണ്, അച്ഛൻ എഴുതിയത് ലക്ഷ്മി മിസ്. പക്ഷെ കറക്റ്റ് ഉത്തരം ആരുടെയെന്ന് അറിയോ? അമ്മയുടെ. അമ്മ എഴുതാണ് കറക്റ്റ് ഉത്തരം. അപ്പൊ ഇതിൽ അച്ഛൻ വിജയകരമായി തോച്ചിരിക്കുകയാണ്. മാർക്ക് അച്ഛനെ മുട്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രണ്ടുപേരും ഇനി വെറും 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ഛൻ വേണമെങ്കിൽ ജയിച്ചു. പൊട്ടത്തരത്തിൽ നിങ്ങൾ അടിയിലാ നിൽക്കണേ കേട്ടോ. രണ്ടുപേരും അങ്ങ് നോക്കിയേ. ഓക്കെ, ഇത് അമ്മയ്ക്ക് അറിയാൻ വഴിയുണ്ട്, അച്ഛന് ഓർമ്മ ഉണ്ടാവില്ല ഇതും. ഞാനില്ലേ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിലത്തെ കാര്യമില്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാനൊരു കുരുത്തക്കേട് ചെയ്തിട്ട് മിസ് അത് അമ്മനെ വിളിച്ച് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അമ്മ എന്റെ തലയ്ക്ക് ഒരു അടി അടിച്ചത്, ഇങ്ങനെ ഒരു അടി അടിച്ചത്, വലിയ അറിയില്ല, ഇങ്ങനെ ഒരു അടി അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കുരുത്തക്കേട് എന്താന്ന് എഴുതണം. എന്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ക്യാമറ എഡിറ്റ് ചെയ്യുമ്പോഴാണോ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ആൻസർ നോക്കാം. മൂന്നാന്ന്. പക്ഷെ അത് പറ്റില്ല, എല്ലാവരും പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് മഴ നനഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഡ്രസ് നനഞ്ഞു വന്നിട്ട്. മഴ നനഞ്ഞത് അച്ഛനെഴുതി അമ്മ എഴുതിയിട്ടുണ്ട്. രണ്ടുപേരെ കാർത്തുത്തരം എഴുതിട്ടാ. എന്നെ സംബന്ധിച്ചാല് ഒരു ദിവസം മഴ, ഭയങ്കര മഴയുള്ള സമയട്ടാ. ഞങ്ങൾക്കാണെങ്കിൽ മഴയത്ത് ഇറങ്ങാൻ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് നമ്മൾ കുരുത്തിക്കാണ്ട് നമ്മൾ രണ്ടാളെ എപ്പോഴും ഒപ്പിക്കാറ്. അപ്പം മഴയത്ത് നമ്മളിവിടെ പിന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഗ്രൗണ്ടിന്റെ അവിടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇത് ഒരു ടവല് വീണു നമുക്കാണെങ്കിൽ മഴ തന്നെ ഭയങ്കര ഒരു സംഭവം. കൊട ഇല്ല കയ്യില്. കൊട ഉണ്ടായിരുന്ന പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ മഴയത് നമ്മള് മഴ നനയണം വേണം എന്നാ ടീച്ചർ ചോദിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും പറയാനും വേണ്ട. അതുകൊണ്ട് നമ്മൾ ടവല് വേണം വെച്ചിട്ടിട്ട് നമ്മൾ നടന്നിട്ട് കറങ്ങി അവിടെ ഇവിടെ പോയി കറങ്ങി ടവൽ എടുത്തിട്ട് പിന്നെ തിരിച്ച് നനഞ്ഞു കയറി. മൊത്തം നനഞ്ഞു. ഡ്രസ്സൊക്കെ ക്ലാസ് ഇരിക്കാൻ പറ്റില്ല, വരച്ചിട്ട് തണുത്തിട്ട് മിസ് കണ്ടു പിടിച്ച് സീനായി വീട്ടിൽ വിളിച്ച് രണ്ടുപേരും വീട്ടിൽ വിളിച്ച് സ്കൂളിലേക്ക് വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു അമ്മേനെ. ഞങ്ങൾ വേണ്ട മിസ് വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ മതി പറഞ്ഞു. എന്നിട്ട് ആകെ പ്രശ്നമായി വീട്ടിൽ വന്നിട്ട് അമ്മ ഇങ്ങനെ ഇടയിൽ കടിച്ചിരിക്കും. ഇപ്പോഴും ഓർമ്മയുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ. 8ലും 9ലും പഠിക്കുമ്പോൾ ഉണ്ടായതാണ് അതൊക്കെ ഓർമ്മ. ഇത് രണ്ടുപേർക്കും മാർക്ക് ഉണ്ട് കേട്ടോ. രണ്ടുപേർക്കും ഒരു മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്റെ ഫേവറേറ്റ് പ്ലേസ്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ് എന്റെ ഫേവറേറ്റ് പ്ലേസ് എന്നതാണ്. അയ്യോ, കഴിഞ്ഞ ദിവസം നമുക്ക് അച്ഛനെ നോക്കാം. പാലക്കാട്. കാനഡയോ? കാനഡ. അത് ഞാൻ കാനഡ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എന്റെ എപ്പോഴത്തെ ഫേവറേറ്റ് പ്ലേസ് പാലക്കാട്. കാനഡ ഞാൻ ശരിക്കും എനിക്ക് UK, കാനഡ എവിടെയെങ്കിലൊക്കെ സെറ്റിൽ ആവുന്ന ഭയങ്കര ആഗ്രഹമാണ്. നടക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ ആഗ്രഹിക്കാലോ. അതാണ് അമ്മ എഴുതിയത്. പക്ഷെ എന്റെ ശരിക്കും എന്റെ ഇപ്പോഴത്തെ ഉദ്ദേശിച്ചത് അത് പാലക്കാടാണ്.
ഞാൻ ആൾക്കാരെ എല്ലാം ഉദ്ദേശിച്ചത് ആൾക്കാരെ ഇഷ്ടമില്ല എന്നല്ല, ഞാൻ ആ പൊതുവെ സ്ഥലങ്ങളാണ് ഉദ്ദേശിച്ചത്. പാലക്കാട് എനിക്ക് കൊടുക്കുന്ന താല്പര്യം. അപ്പൊ അമ്മയ്ക്ക് 0, അച്ഛന് 1 മാർക്ക് കിട്ടാം. 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളോ ചിരി വരുന്ന അമ്മനെ കാണുമ്പോ. 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇതിൽ അച്ഛൻ 3 പേർക്ക് അച്ഛൻ ജയിച്ച അച്ഛൻ ജയിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് മാർക്ക് കിട്ടാം. അടുത്തത് എന്റെ ഫേവറേറ്റ് ടീച്ചർ അറ്റ് സ്കൂൾ. സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ഫേവറേറ്റ് ടീച്ചർ, അയ്യോ പറയണ്ട. കോളേജിലത്തെ അല്ല, കോളേജിലത്തെ വേറെ ഉണ്ട്. പക്ഷെ സ്കൂളിലത്തെ എന്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്. ഇപ്പോഴും ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ അധികം കോണ്ടാക്ട്സ് ഇല്ല, പക്ഷെ ഭയങ്കര ഇഷ്ടം. ആൻസർ കഴിഞ്ഞില്ല രണ്ടുപേരുടെ. ഇല്ല നമുക്ക് ആൻസർ നോക്കാം. അവസ്ഥ നമ്മളെ നോക്കാം. ഉഷ മിസ് എഴുതിയിട്ടുണ്ട്, അച്ഛൻ ഞാൻ എടുത്തു പറഞ്ഞു കോളേജ് അല്ല സ്കൂളാണെന്നുള്ളത്. ഞാൻ 2 വട്ടം എടുത്തു പറഞ്ഞു എന്റെ ഓർമ്മ. അപ്പൊ അച്ഛൻ തെറ്റി. അച്ഛൻ്റെ മീര മിസ്, അത് കോളേജിലെ കാര്യം എഴുതിയില്ല. സ്കൂളിൽ എന്റെ ഫേവറേറ്റ് ഉഷ മിസ്സാണ്. ആ മിസ്സാണ് നമ്മൾ മഴ നനഞ്ഞപ്പോ പറഞ്ഞത് നേരത്തെ ക്വസ്റ്റ്യൻ മഴ നനഞ്ഞ വിളിച്ചത്. ഭയങ്കര ഇഷ്ടം മിസ്സിന്. ഉഷ മിസ്സാണ് എന്റെ ഫേവറേറ്റ് മിസ്. അപ്പൊ അമ്മയ്ക്ക് 1 മാർക്ക്, അച്ഛന് പിന്നെയും 0. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളോ അതിൽ അച്ഛൻ വിഷമം ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും കൂടുതൽ സ്വീറ്റ് ആണോ അതോ സ്പൈസി ആണോ ഇഷ്ടം? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കൊടുത്തത് ഞാൻ ആക്ച്വലി ഇന്ന് മൊത്തത്തിൽ കേട്ടോ. നോക്കാം. ഫസ്റ്റ് നമുക്ക് അച്ഛനെ അച്ഛൻ സ്വീറ്റ് ആണ് എഴുതിയത്. അമ്മയോ സ്വീറ്റ്. രണ്ടുപേരും തെറ്റാണ് എഴുതിയത്. ഞാൻ മധുരം തീരെ കഴിക്കാറില്ല, അറിയില്ലേ? പായസം അങ്ങനത്തെ അങ്ങനെ അതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതെന്ന് വെച്ചാൽ മധുരം വരുമ്പോ എനിക്ക് മധുരം തീരെ താല്പര്യമില്ല, അറിയില്ലേ? എത്ര വർഷമായി സത്യം. 2 പേരും ഞാൻ എത്ര 19 വർഷമായി എനിക്ക് മധുരം തീരെ താല്പര്യമില്ല. പക്ഷെ പായസം ഞാൻ പിന്നെ കഴിക്കുന്നത് എനിക്ക് കറികളായാലും എന്തായാലും എരിവിനോട് താല്പര്യം. എന്ത് സ്നാക്സ് ആയാലും എന്തായാലും അതിലേക്ക് ഇതിന് താല്പര്യമില്ല. ഇല്ല, 2 പേരും സ്വീറ്റ് ആണ്. എന്നിട്ട് സൈഡിൽ പോയിട്ട് സ്പൈസിനെ വെച്ചേക്ക അന്ന കളി. 2 ആൾക്ക് മുട്ട ഇട്ടിട്ടുണ്ട്, 0 ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ചാലഞ്ച് ആണ്. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഒരു 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 ഇറസ്റ്റിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൈ ഇങ്ങനെ വെക്കും. ഓക്കെ, എന്റെ കയ്യിൽ ആരാണ് ഫസ്റ്റ് ഉത്തരം അറിയാവുന്ന അവർ കൈ ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈ ഇങ്ങനെ തൊടുന്നത് അവർക്കാണ് ഇത് പറയാനുള്ള ചാൻസ് ഉള്ളൂ. മനസ്സിലായി? ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ, കൈ വെച്ചിട്ട് പിന്നെ കള്ളത്തരം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കൈ ഇവിടെ ഉണ്ട് കേട്ടാ, ചോദിക്കാൻ പോണ. റെഡി അല്ലേ? റെഡി അല്ലേ? കൈ വെക്കാൻ പറ്റില്ല, 2 പേര് താഴെ. എന്റെ ഫസ്റ്റത്തെ പേര് അച്ഛനെ പറഞ്ഞു, അച്ഛനടിച്ച്. 1 ഫസ്റ്റ് പേര് ഉദ്ദേശിച്ച പേരാണ് ഞങ്ങള് 3 ദൃശ്യ. 2 പേര് കൈ വരക്കണേ. ഞാൻ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ ഉത്തര ചാൻസ് ഉള്ളത്. അമ്മ ഫസ്റ്റ് അമ്മൂന്ന് പറഞ്ഞു, അച്ഛൻ ദൃശ്യാന്ന് പറഞ്ഞു. 2 പേരും പറഞ്ഞ തെറ്റാണ്. എനിക്ക് ഒരു ഫസ്റ്റ് ഇടാൻ ഉദ്ദേശിച്ച പേരെന്താ? എന്റെ ഫസ്റ്റത്തെ പേര് ഞാൻ പറഞ്ഞു, മനുശ്രീ എന്നായിരുന്നു എന്റെ പേര്. അച്ഛൻ ഫസ്റ്റ് അടിച്ചു ഞാൻ പിന്നെ ഉണ്ടാകും. അപ്പൊ എന്റെ ഉത്തരം കൂട്ടാൻ പറ്റും. 2 പേര് ആൻസർ തെറ്റിട്ട് എന്റെ ഫസ്റ്റ് ഇടാൻ വെച്ച പേര് മനുശ്രീ. അപ്പൊ നമുക്ക് എന്തായാലും മാർക്ക് 2 പേർക്ക് ഇതിൽ 0 ആണ് കേട്ടോ കിട്ടി. നമുക്ക് ഇനി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2 പേര് തിരിഞ്ഞല്ലേ? ആ സൈഡിലേക്ക് നോക്കി 2 പേര്. ആ സൈഡിലേക്ക്, ആ സൈഡിലേക്ക്. അങ്ങനെ തിരികെ അമ്മ അങ്ങനെ ഞാൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യട്ടേടാ. അപ്പൊ നമ്മള് മാർക്ക് നോക്കിയിട്ടുണ്ട്. കൈ താരണ്ട് വരും. ഞാനല്ലേ ഇതില് വിന്നർ ആരാന്ന്
ഇതിലെ വിന്നർ 3, 2, 1 ശ്രീജ. മാർക്കൊന്ന് കാണിച്ച് പബ്ലിഷ് ചെയ്ത് അച്ഛന് ഭയങ്കര ഡൗട്ട് ഡൗട്ട് ഉണ്ട്. സോ ഗൈസ്, അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതിൽ ജയിച്ചത് അമ്മയാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛൻ ഇവിടെ ആകെ അങ്ങനെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ അടിപൊളി ചാലഞ്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വല്ല താല്പര്യം എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് പറ്റുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത്രയുള്ള അടുത്തിലോട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.